തൃശൂരിൽ ചന്ദ്രബോസ് വധക്കേസിൽ ശിക്ഷിക്കപ്പെട്ട മുഹമ്മദ് നിഷാമിനെ 3 പകൽ മാതാവിനൊപ്പം കഴിയാൻ ഉപാധികളോടെ ഹൈക്കോടതി അനുമതി നൽകി. മാതാവിനെ കാണാൻ നിഷാമിന് പരോൾ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് നിഷാമിന്റെ ഭാര്യ അമൽ നിഷാം നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി അനുമതി നൽകിയത്. ജനുവരി 21 മുതൽ 23 വരെ 3 ദിവസം പകൽ പോലീസ് അകമ്പടിയോടെ കലൂരിലെ സ്കൈലൈറ്റ് ടോപ്പാസ് സമുച്ചയത്തിലെത്തി മാതാവിനൊപ്പം സമയം ചെലവഴിക്കാനാണ് ജസ്റ്റിസ് എബ്രഹാം മാത്യു അനുമതി നൽകിയത്. യാത്രയിലോ മാതാവിനൊപ്പമുള്ള സമയത്തോ മറ്റുള്ളവരെ കാണാനോ സംസാരിക്കാനോ പാടില്ല. ചികിത്സയിൽ കഴിയുന്ന മാതാവിനെ ശുശ്രൂഷിക്കാൻ ഒരാഴ്ച പരോൾ ആവശ്യപ്പെട്ട് ഭാര്യ അമൽ നിഷാമാണ് ഹർജി നൽകിയത്. വിവിധ രോഗങ്ങളാൽ അവശതയിലാണ് 70-കാരിയായ മാതാവെന്ന് ഹർജിയിൽ പറയുന്നു. തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ നിഷാമിനെ കാണാനെത്തിയ മാതാവ് അവിടെ ബോധരഹിതയാവുകയും തിരുവനന്തപുരം ഗവൺമെന്റ് ആശുപത്രിയിൽ ചികിത്സയിലുമായിരുന്നു. ഇപ്പോൾ അത്യാസന്ന നിലയിൽ കൊച്ചിയിലെ ഫ്ളാറ്റിലാണ്. മകനെ കാണണമെന്ന ആഗ്രഹം പ്രകടിപ്പിക്കുന്നുമുണ്ട്. ഈ സാഹചര്യത്തിൽ ഒരാഴ്ച പരോൾ ആയിരുന്നു ആവശ്യം. എന്നാൽ പരോൾ അനുവദിക്കാൻ കഴിയില്ലെന്ന് ജയിൽ സൂപ്രണ്ട് MK വിനോദ് കുമാർ കോടതിയെ അറിയിച്ചു. കൊലക്കേസിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന നിഷാമിനെതിരെ 9 ക്രിമിനൽ കേസുകളുണ്ട്. കണ്ണൂർ ജയിലിലായിരിക്കെ സഹോദരനെ അടക്കം ഭീഷണിപ്പെടുത്തിയതായി പരാതിയുണ്ട്. തുടർന്നാണ് തിരുവനന്തപുരം സെൻട്രൽ ജയിലിലേക്ക് മാറ്റിയത്. നിഷാമിനെ പരോളിൽ വിടുന്നത് ക്രമസമാധാന പ്രശ്നത്തിന് കാരണമായേക്കും. പരോൾ സംബന്ധിച്ച് സഹോദരന്റെ അപേക്ഷ ലഭിച്ചതിനെ തുടർന്ന് പോലീസ് റിപ്പോർട്ട് തേടിയിരുന്നു. പരോളിന് അനുകൂലമല്ലാത്ത റിപ്പോർട്ടാണ് ലഭിച്ചത്. പരോൾ അനുവദിച്ചാൽ ഇതേ ആവശ്യം ഉന്നയിച്ച് തടവ് പുള്ളികൾ എത്തും. അതിനാൽ പരോൾ അനുവദിക്കരുതെന്ന് സൂപ്രണ്ട് ആവശ്യപ്പെട്ടു. സൂപ്രണ്ടിന്റെ വാദം അംഗീകരിച്ച കോടതി പരോൾ തള്ളി. തുടർന്നാണ് 3 പകൽ അനുവദിച്ചത്. 20-ന് തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളം സബ് ജയിലിൽ എത്തിച്ച് പിറ്റേന്ന് രാവിലെ 9-ന് മാതാവിനടുത്തേക്ക് പോലീസ് അകമ്പടിയിൽ കൊണ്ടുപോകണം. വൈകുന്നേരം 5-ന് ശേഷം ജയിലിൽ എത്തിക്കണം. അടുത്ത 2 ദിവസവും ഇത് തുടരണം. പിന്നീട് തിരുവനന്തപുരം സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുപോകണം. 2015 ജനുവരി 29-ന് അറസ്റ്റിലായ നിഷാമിനെ 2016 ജനുവരിയിലാണ് ശിക്ഷിച്ചത്. 4 വർഷമായി ജയിലിലാണ്. ചന്ദ്രബോസിനെ വാഹനം കയറ്റിക്കൊന്ന കേസിലെ പ്രതി മുഹമ്മദ് നിഷാമിന്റെ ജയിൽ മോചനം ആവശ്യപ്പെട്ട് ജന്മനാടായ മുറ്റിച്ചൂരിൽ പൊതുയോഗം വരെ സംഘടിപ്പിച്ചിരുന്നു. യാദൃച്ഛികമായി നടന്ന കൊലപാതകത്തെ മാധ്യമങ്ങൾ പെരുപ്പിച്ചു കാണിച്ചതാണെന്നും കാരുണ്യവാനും കലാകായിക സ്നേഹിയുമായ നിഷാം ജയിലിൽ നിന്ന് പുറത്തു വരേണ്ടതുണ്ടെന്നും പൊതുയോഗത്തെ സൂചിപ്പിച്ചായിരുന്നു നോട്ടീസ് ഇറക്കിയതും യോഗം സംഘടിപ്പിച്ചിരുന്നതും. ജയിലിനകത്ത് കിടന്നാൽ ആയിരക്കണക്കിന് കുടുംബം അനാഥമാകുമെന്നും നോട്ടീസിലുണ്ടായിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.